വരുന്നു. ഹലോ, ഗോൾഡൻ സ്റ്റുഡിയോ, ഫോട്ടോഗ്രാഫർ പാപ്പിയാണ് സംസാരിക്കുന്നത്. ആട്ടോ ഡ്രൈവർ അല്ലടോ, ഫോട്ടോഗ്രാഫർ കൊടാക്ക് പാപ്പി. മുതലാളിമാരോ? ഒരാൾ വീട്ടിൽ കാണും, മറ്റേ ഷാപ്പിലും. ഫോട്ടോ എടുക്കണോ? എടുക്കാം. ഫോണിൽ കൂടെ എങ്ങോട്ട് ഫോട്ടോ എടുക്കുന്നത്? താ ഒരു കാര്യം ചെയ്യേ, ഭാര്യയും കൂട്ടി ഇങ്ങോട്ട് പോരെ. നാണോ? എന്നൊരു കാര്യം ചെയ്യേ, താൻ വരണ്ട, അവരൊറ്റയ്ക്ക് ഇങ്ങ് വിട്ടാച്ചാൽ മതി, ഞാൻ എടുത്ത് വിട്ടേക്കാം. ജോസ്റ്റായ ഇന്നലത്തെ കളക്ഷൻ എന്ത് ചെയ്യണം? പിന്നെ ജനുമോൻ കൊണ്ടുപോയി. ജനുമോനോ? എടാ, കാശ് കൊടുക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ചോദിച്ചാൽ എങ്ങനെയാ കൊടുക്കാതിരിക്കുന്നേ? ജനുമോന്റെ പൈസ കൊണ്ടല്ലേ നമ്മൾ ഈ സ്റ്റുഡിയോ പബ്ലിസിറ്റി ഒക്കെ തുടങ്ങിയേ. എടാ ചെറ്റേ, ഞാൻ അവനെ കൊണ്ട് ഇങ്ങനെ തുടങ്ങിച്ചത് കൊണ്ടാ അവൻ ഈ നാട്ടിൽ തന്നെ ഉള്ളത്. അല്ലെങ്കിലേ കോടമ്പക്കത്തെ സുന്ദരിമാര് കൊണ്ടുപോയേനെ സ്വത്തല്ല. മനസ്സിലായോ? അതും ശരിയാ. ഏതായാലും അച്ചായൻ വിഷമിക്കണ്ട, ഇന്നത്തെ കളക്ഷൻ മുഴുവനും ഞാൻ അച്ചായന്റെ കൈ കൊണ്ട് തരും. ഇന്നിനി എവിടെ നിന്ന് കാശ് കിട്ടാൻ? അതിനൊക്കെ വഴിയുണ്ട് അച്ചായ. നമ്മുടെ ആ പുതിയ സോപ്പില്ലേ, ചർമ്മമോഹിനി. ചർമ്മമോഹിനിയോ? അതെ, ചൊറി, ചെരങ്ങ്, പുഴുക്കടി, താരൻ എന്നിവയ്ക്ക് അത്യുത്തമം. അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി കുളിച്ചോണ്ട് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ വേണം. അതെവിടുന്നെങ്കിലും ഞാൻ എന്ന് ഒപ്പിച്ചെടുത്തിരിക്കും. രാവിലെ വെറുതെ മേടിക്കണം. കൊടാക്ക് പാപ്പി ആര് തല്ലാനാ ചായ? അച്ഛനൊരു കാര്യം ചെയ്യേ, പോണ വഴിക്ക് എന്നെ ആ പുഴക്കടവിൽ നിറക്കി വിട്ടാ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നീ പോക്കാടാ. ഒരെണ്ണം ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ലല്ലോ, മൂരിക്ക് ചെന പിടിച്ചതുപോലെ. നേരെ ഒരുപാടേ നമുക്ക് പോവാം. ശരിയാ, കുളിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഇനി അമ്മ വഴക്കു പറയുണ്ടോ? നീ ചെന്നിട്ട് വേണം പച്ചരി അഴിച്ചു കേട്ടെ. നിന്റെ ചേച്ചി ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നോ? ഇന്ന് കൊണ്ടുവരും, അങ്ങോട്ട് പോണം. അയ്യോ, ഒരുത്തൻ നമ്മുടെ ഫോട്ടോ ഏതാണോ പെൺകുട്ടികളെ പിടിക്കാൻ പറ്റുന്നത്? ഇവൻ കുളിക്കുമ്പോ ഫോട്ടോ ഇല്ല, എന്നെ കൊല്ലല്ലേ, ഞാൻ കൊടാക്ക് പാപ്പിയാ. കൊടാക്ക് പാപ്പിയോ? നിനക്കെന്താ പെൺകുട്ടികൾ കുളിക്കുന്നത് കാര്യം? ഞാൻ നമ്മുടെ ചർമ്മമോഹിനിക്ക് വേണ്ടി. ചർമ്മമോഹിനി ആരാ? നിന്റെ ഭാര്യ? അയ്യോ അല്ല, അതൊരു സോപ്പിന്റെ പേരാ. അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനാ ഞാൻ വന്നത്. എല്ലാരും പോയ വഴി നോക്കി പോണം. ചുമ്മാ അല്ല, ഓരോ നമ്മുടെ ക്യാമറ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. പോണം. അയ്യോ അങ്ങനെയല്ല, ആ സോപ്പ് തേച്ചാൽ ചൊറിച്ചിലും ചുണങ്ങും ഒക്കെ പമ്പ. നിന്റെ ആ ചൊറിയ സോപ്പ് തേച്ചവരെല്ലാം കുഷ്ഠരോഗാശുപത്രി പോയിരിക്കുക. അതിന്റെ പേരിന് പറഞ്ഞാൽ നിന്നെ അങ്ങോട്ട് അയക്കും. അതൊക്കെ പോട്ടെ, നീ പുഴക്കടവിൽ ഫോട്ടോ എടുക്കാൻ ചെന്നതിനല്ലേ ആ സരോജ മഴക്കൊണ്ടാക്കാൻ വന്നത്? അതെ, നേരെ ഞാൻ അങ്ങനെ ചെയ്യൂല. ചെയ്യണം, പക്ഷെ പരസ്യമായിട്ടല്ല. നീ നേരെ അവളുടെ വീട്ടിലോട്ട് ചെല്ല്. അവൾ എങ്ങനെ വേണമെങ്കിലും നിനക്ക് പോസ്റ്റ് ചെയ്ത് തരും. അവളൊരു സിനിമാ ഭ്രാന്ത് കയറിയ, അല്ലാതെ കുളിക്കുന്നിടത്തോടെ പോടാ. ഇനി പണം കൊടുത്തത് വേറെ അവന്റെ പേര് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്താലുണ്ടല്ലോ, ജയിലിൽ കയറ്റുമെന്നോ? എന്നാ അത് എന്റെ ഒന്ന് കാണട്ടെ. അമ്മയുടെ ജയില്. ആരാ ഫോണിൽ? നിന്റെ തന്ത. ഇങ്ങോട്ട് സംസാരിച്ചതായിരുന്നാ ചോദിച്ചേ. നിനക്ക് പണം തന്നവൻ 24 മണിക്കൂർ സമയം തന്നിരിക്കുക. ഇടപാട് തീർത്തില്ലെങ്കിൽ അവൻ എന്നെയും ജയിലിൽ കയറ്റുമെന്ന്. അതിന് മുലപ്പാല് കുടിച്ചവൻ ഈ നാട്ടിലുണ്ടോ? പണിക്കർ സാറിനെ ജയിലിൽ കയറ്റാൻ ഉണ്ടാവൂടൂ. സന്തതികൾ ശരിയല്ലെങ്കിൽ തന്തമാരി ചിലപ്പോ ജയിലിൽ പോകേണ്ടി വരും. അച്ഛ ആവശ്യമില്ലാതെ ശോഭിക്കാതെ. ആ അസോസിയേറ്റ് കമ്പനിയുടെ പേരിൽ എനിക്കല്പ കടമുണ്ടെന്നുള്ളത് ശരിയാ. ആരെ പോറ്റാനാ നീയൊക്കെ നടത്തുന്നേ?
അത് ഞങ്ങൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? അധികം താമസിയാതെ ആ സ്ഥലവും കെട്ടിടവും ഞങ്ങളുടെ കയ്യിൽ വരും. നിങ്ങളുടെ കയ്യിലോ? ആ സ്ഥലം പ്രൊഫസറുടെ വകയല്ലേ? അതെ, അങ്ങേർക്ക് ഇതുപോലെ ഒരുപാട് കെട്ടിടങ്ങളുള്ളതാ. പക്ഷെ ആ വീട്ടിൽ നിത്യ പട്ടിണിയാ. അതെന്താ? എല്ലാം അന്യര് കൈയടക്കി വെച്ചിരിക്കുക. ആരും വാടക കൊടുക്കില്ല. തെങ്ങേന്നൊരു തേങ്ങ പോലും ഗോപാലു സാറിന് കിട്ടില്ല. എന്നാ ആ സ്ഥലം വിലക്ക് തരുമോന്ന് ഇവര്? അത് തരില്ല. ജനിച്ച വീട്ടിൽ കിടന്ന് തന്നെ മരിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ നടക്കുക. പക്ഷേ പണിക്കർ സാറിന് ആ സ്ഥലം നോട്ടമുണ്ടെങ്കിൽ പ്രൊഫസർ സാറിനെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. അതെങ്ങനെയാ? അതെങ്ങനെയെന്ന് ചോദിക്കണ്ട. അച്ഛനതിൽ മോഹമുണ്ടോ? ആ സ്ഥലം കണ്ട ആരാടാ മോഹിക്കാത്തത്? ഒരു ഓട്ടോമൊബൈൽ കാര്യം തുടങ്ങണമെന്ന് എന്റെ ഒരു സ്വപ്നം. എങ്കിൽ ആ സ്വപ്നം ഫലിച്ചു. നമസ്കാരം ഓണറേ. അല്ല ഉണ്ണിക്കുഞ്ഞോ, ഒരു ചായ എടുക്ക്. കടിക്കാൻ എന്താ വേണ്ടേ? കടിക്കാൻ ഇവിടെ പട്ടിയുണ്ടോ? കുഞ്ഞിന്റെ ഒരു തമാശ. ഇരുന്നാട്ടെ. താൻ എന്നെ ഇരുത്തണ്ട. വാടക വാങ്ങിച്ചോണ്ട് ചെല്ല അമ്മാവൻ എന്നെ പറഞ്ഞയച്ചാ. പ്രൊഫസർ അദ്ദേഹത്തിന് സുഖമാണോ കുഞ്ഞെ? പരമസുഖമാ. ഇടയ്ക്കിടയ്ക്ക് പട്ടിണിയാണെന്നേ ഉള്ളൂ. എടോ താൻ 1.5 കൊല്ലത്തെ വാടക തരാനില്ലേ? ഒരു മാസത്തെ കാശെങ്കിലും തടോ. അയ്യോ, മനഃപൂർവ്വം അല്ല കുഞ്ഞെ, ഞാനൊരു മറവിക്കാരനാ. വാടക തരേണ്ട തീയതി ആകുമ്പോൾ ഞാനങ്ങ് മറന്നു പോവും. അയ്യോ, അതൊരു വല്ലാത്ത മറവിയാണല്ലോ. ഞാനൊന്ന് ചോദിച്ചാ തരുമോ? വാടകയാണോ? അല്ല, മാപ്പ്. അത് തരുമോന്ന് അറിഞ്ഞിട്ട് വേണം തന്നെ ഉണ്ടാക്കി വിട്ട തന്തയെ താൻ മറന്നു പോകുന്ന എനിക്ക് ചോദിക്കാൻ. എന്താ വളരെ പട്ടി? ഓടാ ഡബിൾ തണ്ടി. ഞങ്ങളുടെ തറവാട്ടിൽ കൈബലമുള്ള ആണുങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലടാ നീയൊക്കെ ചട്ടപ്പിത്തരം കാണിക്കുന്നത്. നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടേ പോവും. ഒന്ന് പോടോ. പ്രൊഫസർ അമ്മാവന് മക്കളില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അക്ഷരം പഠിപ്പിച്ച ആമ്പിള്ളേര് നാട്ടിലുണ്ട്. താ സൂക്ഷിച്ചോ. കൊച്ചിരാമ, ചൂടുള്ളടത്ത് മോതയ്ക്ക് ആ, ഒഴിക്കണം. ഒഴിക്കും ഒഴിക്കും. പൊള്ളട്ടെ, പൊള്ളട്ടെ. കൊള്ളട്ടെ കൊള്ളട്ടെ, നന്നായി പോയി. അല്ല, ഉണ്ണിക്കുട്ടൻ വാടക വാങ്ങാൻ വന്നതായിരിക്കും. അതെ വ്യാപാരി, ഒരു പൈസ ആരും തരുന്നില്ലെന്ന്. നിങ്ങളെങ്കിലും എന്നെ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. അതെന്ത് വർത്തമാനമുണ്ട്? ഞങ്ങളുടെ കയ്യിലെ പിച്ച കാശ് കിട്ടിയിട്ട് വേണോ പ്രൊഫസർ അദ്ദേഹത്തിന് ചിലവ് കഴിയാൻ? ഇതാ എല്ലാവരുടെയും ധാരണ. കിണറ്റിലെ തവള കുടിച്ചോ കുടിച്ചില്ലയോ എന്ന് ആരറിയാനാ? ദൈവത്തെ ഓർത്ത് ഒരു മാസത്തെ വാടെങ്കിലും തന്നാട്ടെ. ആ വീട്ടിലെ കഥ വല്ലാത്ത ട്രാജഡിയാണ്. ഉണ്ണിക്ക് ഇത്ര വിവരമില്ലായപ്പോഴല്ലോ എന്നും ഇങ്ങനെ രാമായണം വായിക്കാൻ. പക്ഷെ ഈ കവലയിലെ കച്ചവടക്കാരും വാടക കൊടുക്കുന്ന ജനുവും ഉപ്പുകണ്ടൻ ജോസും ഉത്തരവിട്ടിരിക്കും. ഉപ്പ് കണ്ട ജോസ് അറിയില്ല? ആ, ആ ജനുവിന്റെ കൂട്ടുകാരനാ. അവന്മാര് പബ്ലിസിറ്റി കമ്പനി ഇട്ടിരിക്കുന്ന നിങ്ങളുടെ കെട്ടിടത്തിലാ. അവന്മാരോട് വാടക വാങ്ങിയിട്ട് വാ, ഞാനും തരാം. എടോ, തനിക്ക് വലുത് പ്രൊഫസർ അമ്മാവനാണോ അതോ ഉപ്പ് കണ്ടോ പന്തി കണ്ടോ ഒക്കെ ആണോ? ഈ കവലയിൽ ഇപ്പോ വലിയവർ ജനുവും ഉപ്പുകണ്ടൻ ജോസുമാണ്. അവർ പറയുന്നത് ഇവിടെ നടക്കും. അവര് നടത്തിക്കോട്ടെ. പക്ഷെ ഏത് വലിയവനും വീഴുന്ന വേറൊരു കണ്ടമുണ്ട്. തനിക്കറിയാം? യമകണ്ഠം. അവിടെ ഒരു കുന്തവും കുത്തി വീഴും. ഹ. കൊച്ചമ്മേ, ബാല, 1 ലിറ്റർ പാല് കൂടുതൽ വേണം. അദ്ദേഹത്തിന് മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ വരുന്നവർക്ക് ചായ കൊടുക്കാനാ. ക്ഷമിക്കണം കൊച്ചമ്മേ, പാല് കൊണ്ടുവന്നതല്ല. കണക്ക് തീർക്കാതെ നാളെ മുതൽ പാല്